അധ്യായം 109 സൂറത്തുൽ കാഫിറൂൻ. സത്യനിഷേധികൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6. ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും കഅബയെ തവാഫ് ചെയ്ത് അഥവാ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ തിരുമേനി രണ്ടും ഓതാറുണ്ടായിരുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചതായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബ്ഹിന്റെ മുമ്പും മഗ്രിബിന് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ തിരുമേനി ഈ രണ്ട് സൂറത്തുകളും പലവട്ടം ഓതുകയുണ്ടായിട്ടുണ്ടെന്ന് അഹ്മദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം മുതലായവർ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് കാണിക്കുന്ന ചില ഹദീസുകൾ അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹിമ എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൻ്റെ സാരം ഇപ്രകാരമാണ്. ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം. ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം. എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മആദല്ലാ, അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വചനം 1. ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നബിയെ പറയുക, ഹേ അവിശ്വാസികളെ. വചനം 2. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വചനം 3. വലാ അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വചനം 4. വലാ അന, ഞാനുമല്ല, ഞാനല്ലതാനും. ആബിദുൻ, ആരാധിക്കുന്നവൻ. മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധന. വലാ അന ആബിദും മാ അബദ്തും. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല. വചനം 5. വലാ അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, എൻ്റെ ആരാധന. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എൻ്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല. വചനം 6. ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ മതം, നടപടി. വലിയ, എനിക്ക്. ദീൻ, എൻ്റെ മതം, നടപടി. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എൻ്റെ മതവും. ഇസ്ലാമിൻ്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്.
മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിൻ്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാപര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിൻ്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്ത് തൗഹീദിൻ്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നതിൻ്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും അവസാന ഭാഗമായ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ എന്നതിൻ്റെ വിശദീകരണമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിൻ്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലുമാകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിനു നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എൻ്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എൻ്റെ ആരാധ്യനായ അള്ളാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എൻ്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിൻ്റെ ഫലം നമുക്ക് ഇരു കൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ച വിവരം സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന 4-ാം വചനം നോക്കുക. അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വല്ലാഹു ആലം.